എവിടേക്കാണ് ഈ പോകുന്നത്? വിവാഹം മനുഷ്യന് വേണ്ടെന്ന് തോന്നുന്ന തരത്തിലേക്ക്. പെൺകുട്ടികൾ വിവാഹം ഇപ്പൊ വേണ്ട, കോഴ്സ് കഴിയട്ടെ, കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ വേണ്ട, ജോലി കിട്ടട്ടെ, ജോലി കിട്ടി ഇപ്പൊ വേണ്ട, ഒന്ന് ഫൈനാൻഷ്യലി ഒരു സെറ്റിൽ ആവട്ടെ. ഇദാ അതാകും മൻ തറളൂന ദീനഹു വഅമാനതഹു ഫസവ്വിജൂഹു. പെൺമക്കളുള്ള ഉപ്പമാരോട് വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും അവന്റെ ദീനീബോധവും നിങ്ങൾക്ക് ബോധിക്കുകയാണെങ്കിൽ ഫസവ്വിജൂഹു, പ്രായമായി നിൽക്കുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾ വിവാഹം ചെയ്തയക്കാൻ പിന്നെ താമസിച്ചു പോകരുത്. ഇല്ലാ തഫഅലൂ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അരാജകത്വമുണ്ടാകും, ഫിത്നയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് പറഞ്ഞു. ചെറുപ്പക്കാരെ, വളരെ ബാലിശമായ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് അല്ലാഹു നിങ്ങൾക്ക് അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വിവാഹം എന്ന് പറയുന്ന നിക്കാഹ് എന്ന് പറയുന്ന സുന്നത്തിനെ നീട്ടിക്കൊണ്ടുപോകരുത്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്. നിങ്ങളുടെ ഗുഹ്യ സ്ഥാനങ്ങളെ, രഹസ്യഭാഗങ്ങളെ ഹറാമിലേക്ക് പോകാതെ സൂക്ഷിക്കുവാനും നിങ്ങളുടെ കണ്ണുകൾക്ക് ശുദ്ധി നൽകാനും മനസ്സിനെ ശുദ്ധിയാക്കാനും നല്ലത് ചെറുപ്പക്കാരെ. മഹ്ർ കൊടുത്ത് ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്കാവതുണ്ടെങ്കിൽ എല്ലാവരും വിവാഹിതരാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അതിന്റെ പരിഹാരമുള്ളൂ, അതാണ് അതിന്റെ പരിഹാരം.